കളമശ്ശേരി കഞ്ചാവ് വേട്ടയിൽ 2 പൂർവ്വ വിദ്യാർത്ഥികൾ കസ്റ്റഡിയിൽ. ക്യാമ്പസിലേക്ക് ലഹരി എത്തിച്ച ആഷിഖിനെയും ഷാലിഖിനെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മെൻസ് ഹോസ്റ്റലിലെ കൂടുതൽ വിദ്യാർത്ഥികൾ പോലീസ് നിരീക്ഷണത്തിലുമാണ്. മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് കോളേജ് പ്രിൻസിപ്പളാണ് പോലീസിന് വിവരം നൽകിയത് എന്നതുകൂടി പുറത്തുവരുന്നു. പ്രിൻസിപ്പൽ DCP നൽകിയ കത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. രാഗിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചെന്നത്. രാഗിൻ, വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ്. പ്രിൻസിപ്പലാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ച് ഇങ്ങനൊരു കർശനമായ നടപടി എടുപ്പിച്ചതെങ്കിൽ ഈ കത്തിന്റെ ഉള്ളടക്കം എന്താണ്? കസ്റ്റഡിയിൽ ആയ ആളുകളുടെ മറ്റു വിശദാംശങ്ങൾ എന്താണ്? പശ്ചാത്തലം എന്താണ്? വളരെ നിർണായകമായൊരു നീക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ നടത്തിയത് എന്നത് വ്യക്തമാണ്. കഴിഞ്ഞ 12-ന് ആണ് ഈ കത്ത് DCPക്ക് പ്രിൻസിപ്പൽ കൈമാറുന്നത്. അതിൽ പറയുന്നത് ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് അനിയന്ത്രിതമായ രീതിയിൽ മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗം ഉണ്ടാകും എന്ന് മനസ്സിലായിട്ടുണ്ട്. വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ വിവരങ്ങൾ ലഭിച്ചു. അതിന്റെ ഭാഗമായി പോലീസ് നിരീക്ഷണം ശക്തമാക്കണം. ക്യാമ്പസിലും ഹോസ്റ്റലിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും മറ്റു കാര്യങ്ങളും വേണം. ഇതാണ് ഈ കത്തിലെ ഉള്ളടക്കം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ആക്ട് ചെയ്തു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്നേ സമയം പോലീസ് അവിടെ റെയ്ഡ് നടത്തി. അങ്ങനെയാണ് 3 പേർ പിടിയിലാകുന്നത്. എന്തായാലും തുടർ അറസ്റ്റുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ ഈ കേസിൽ ഉണ്ടാകുമെന്ന് വ്യക്തമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 2 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒന്ന് ആഷിഖാണ്. ആഷിഖ് ഈ കേസിൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് ആ തരത്തിൽ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് സംഘം പറയുന്നത്. ആഷിഖാണ് ഈ ലഹരി എത്തിച്ചതിലെ പ്രധാനി, ഈ ഹോസ്റ്റലിലേക്ക് ലഹരി എത്തിച്ചതിലെ പ്രധാനി. ഇയാൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഇതോടൊപ്പം തന്നെ ഷാലിഖ് എന്നയാളെ കൂടി ദേശം ഭാഗത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ഷാലിഖും ആഷിഖും ഒരേ രീതിയിൽ ഈ ലഹരി ഇടപാട് നടത്തുന്നവരാണ് എന്നതാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിശദീകരണം. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കളമശ്ശേരി സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ACP അകത്തുണ്ട്. ACPയും അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ പോകും. ഇതോടൊപ്പം തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ നിരീക്ഷണത്തിലാണ്. ഈ 3 പേർ അറസ്റ്റിലായവർ മാത്രമല്ല, മറ്റുള്ളവരും നിരീക്ഷണത്തിലാണ്. ഏകദേശം 60ഓളം പേർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. വലിയ പണപ്പിരിവാണ് ഈ ലഹരി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നടന്നത്. അതുകൊണ്ട് കൂടുതൽ പേർ പങ്കാളിത്തമുണ്ട്. അവരൊക്കെ തന്നെ ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ട് വഴി പണം കൈമാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ പങ്കാളിത്തം ആർക്കൊക്കെ ഉണ്ട് എന്ന കാര്യം ഉറപ്പിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. നിലവിലെ കേസുകളുമായി ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാഗിൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരം ഒരു ലഹരി മരുന്ന് ഇടപാട് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോളേജ് പ്രിൻസിപ്പലിന്റെ ഉണ്ടാകുന്നു. വളരെ മാതൃകാപരമായ ശ്ലാഘനീയമായ ഇടപെടലാണ് ആ പ്രിൻസിപ്പൽ നടത്തിയത്. ഇന്നലെ അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ 6 മാസങ്ങളായി ഞങ്ങൾ ഇത് നിരീക്ഷിച്ചു വരികയാണ്. കുട്ടികൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നെല്ലാം. ആ സമയങ്ങളെല്ലാം തന്നെ പ്രിൻസിപ്പലിന്റെയും കോളേജ് ഹോസ്റ്റൽ അധികൃതരെയും ഒക്കെ ഒരു വീഴ്ച ഇതിലില്ലേ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ അതിനെയും വളരെ സമചിത്തതയോടെ നേരിട്ട് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ സംസാരിച്ചതെന്ന് ഇന്നിപ്പോൾ രാഗിൻ പുറത്തുവിടുന്ന വാർത്തയിലൂടെ മനസ്സിലാകുകയാണ്. കാരണം ഇത്തരമൊരു ഇടപാട് ഇവിടെ നടക്കുന്നുണ്ട്, ഇതിനെതിരെ നടപടി വേണമെന്ന് പോലീസിനെയും എക്സൈസിനെയും ഒക്കെ അറിയിക്കുകയും സ്വന്തം കുട്ടികളെ അവരെ തന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് അദ്ദേഹം വെച്ച ഒരു ചൂടുവെപ്പായി നമ്മളിതിനെ കാണണം. അപ്പോൾ തന്നെ സ്വാഭാവികമായും ഇതിനകത്ത് രാഷ്ട്രീയ തർക്കങ്ങളും വരുന്നുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ഒരു സാധാ പ്രിൻസിപ്പലിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുമോ? വലിയൊരു മാഫിയ ഇതിന്റെ പിന്നിലുണ്ടാവില്ലേ? വലിയൊരു രാഷ്ട്രീയമായ പിന്തുണ ഇതിനുണ്ടാവില്ലേ? ഇതിനെയെല്ലാം അല്ലേ അദ്ദേഹം മറികടക്കേണ്ടി വരുന്നത്? തീർച്ചയായും കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് പല പരിപാടികൾക്കും ഈ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ വാക്കാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രിൻസിപ്പളും കോളേജ് അധികൃതരും കൈമാറാറുണ്ടായിരുന്നു, പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എന്നതാണ്. അതായത് കോളേജ് പരിസരത്ത് ഇത്തരത്തിലുള്ള ലഹരി ഇടപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, അക്കാര്യങ്ങൾ പരിശോധിക്കണമെന്ന്. അങ്ങനെ ആ ലൊക്കാലിറ്റിയിൽ, അതായത് ആ കോളേജുമായി ബന്ധപ്പെട്ട പരിസരങ്ങളിലൊക്കെ തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പിടികൂടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കുറെ കൂടി ഡയറക്റ്റായി ഈ ഹോസ്റ്റലിലെ കാര്യം ഉൾപ്പെടെ, കോളേജ് ക്യാമ്പസുകളിലെ കാര്യം ഉൾപ്പെടെ, വിദ്യാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടു പോകുന്ന കാര്യം ഉൾപ്പെടെ കൈമാറുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഹോസ്റ്റലിലടക്കം പരിശോധന നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വളരെ ഒരു ഇടപെടൽ, വളരെ ശക്തമായ ഒരു ഇടപെടലാണ്. എത്രത്തോളം പോകാൻ കഴിയുമോ അതിന്റെ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ഇടപെടൽ കോളേജ് അധികൃതർ നടത്തി എന്നത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നതാണ്. പോലീസും അതിനനുസരിച്ച് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരാതി രേഖാമൂലം കിട്ടുമ്പോൾ അതിൽ പോലീസും ഇടപെട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വിഷയമാണ് ഇതിലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ.
ഇതിലൊരു കാര്യമാണ് വ്യക്തമാകുന്നത്, അതായത് രാഷ്ട്രീയ വേർതിരിവുകളൊന്നും ഈ ലഹരി ഉപയോഗത്തിന് തടസ്സമാകുന്നില്ല. അവരൊക്കെ തന്നെ ഈ വ്യത്യാസമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ലഹരി ഉപയോഗത്തിൽ പങ്കാളികളാകുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ 2 കേസാണ്. ഒന്ന്, 2 കിലോയ്ക്കടുത്ത് കഞ്ചാവ് പിടിച്ച കേസിൽ ആകാശ് അറസ്റ്റിലാകുന്നു. അതോടൊപ്പം തന്നെ 9 ഗ്രാം കഞ്ചാവ് പിടിച്ച കേസിൽ അഭിരാജും അതോടൊപ്പം ആദിത്യനും അറസ്റ്റിലായി ജാമ്യത്തിൽ വിടുന്നു. അത് ലോവർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ്. ഇതിൽ ആകാശ് അല്ലെങ്കിൽ ഇതിൽ അഭിരാജ് SFI അവിടെ നേതാവാണ്. അതോടൊപ്പം തന്നെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ ആകാശ് KSU പ്രവർത്തകനായിരുന്നു എന്ന് ഒപ്പം മുറിയിൽ താമസിച്ചിരുന്ന അവിടെ KSUവിന് വേണ്ടി മത്സരിച്ചിട്ടുള്ള ആദിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഴുക്കുമ്പോൾ ഇതിൽ പല വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ടവരൊക്കെ തന്നെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടു പോയിട്ടുണ്ട് എന്ന വസ്തുതകളിലേക്കാണ് കാര്യങ്ങൾ ചെന്ന് എത്തുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊക്കെ അപ്പുറം രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇത്തരം എലമെന്റുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെ ന്യായീകരിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിന് വേറൊരിടത്ത് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് പലരും പങ്കുവെക്കുന്ന കാര്യം. എന്തായാലും പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ അറസ്റ്റ് കേസുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും ഹോസ്റ്റലടക്കം കയറി നടത്തിയ പരിശോധന വളരെ ഒരു സ്റ്റെപ്പായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന്. രാഗിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കളമശ്ശേരിയിൽ എനിക്ക് തോന്നുന്നു രതീഷ്, ഇതിനകത്തൊരു രാഷ്ട്രീയമൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഈ ഹോസ്റ്റല് SFIക്കാരും KSUക്കാരും ഉള്ള ഹോസ്റ്റലാണ്. ഇവിടെ ഇതിനകത്തേക്ക് കഞ്ചാവ് എത്തണമെങ്കിൽ അവർ വിചാരിക്കാതെ സാധിക്കുമോ? പ്രത്യേകിച്ച് SFIയും KSUക്കാരും ഒരേ മുറിയിൽ താമസിക്കുന്ന ഒരിടത്തേക്ക് കഞ്ചാവ് എത്തുകയും കഞ്ചാവ് വലിക്കാനുള്ള ഉപകരണം എത്തുകയും അതോടൊപ്പം തൂക്കാനുള്ള ത്രാസ് എത്തുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് എന്തായാലും ഏറ്റവും പ്രധാനം നേരത്തെ മാസ്റ്റർ പറഞ്ഞാൽ ഈ 10 ഗ്രാമിന് മുകളിലാണ് ജാമ്യം കിട്ടാതെ. അപ്പോൾ 9 ഗ്രാം തൂക്കി കൊടുക്കുകയാണ്. 9 ചില്ലറ. വളരെ വളരെ താന്ത്രികമായ ഒരു നടപടിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ശക്തമായ നടപടി വേണം. അതിൽ കോളേജ് പ്രിൻസിപ്പളാണ് അത്തരം ഒരു നീക്കം നടത്തിയെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു നടപടി ആണ് ചെയ്തത്. അതിൽ അദ്ദേഹം അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നു. തുടർന്നും അദ്ദേഹത്തിന് പിന്തുണ പൊതുസമൂഹവും സർക്കാരും നൽകണമെന്നുള്ളതാണ്.